ഇഗ്നോ പരീക്ഷകളുടെ ഒരു സീസൺ ആണല്ലോ ഇത്. അതിൽ തന്നെ MMPC 013 അഥവാ ബിസിനസ് ലോ എന്ന് പറയുന്ന പരീക്ഷയുടെ എക്സാം വളരെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. നമുക്കറിയാം ഇഗ്നോ ഓഫർ ചെയ്യുന്ന MBA കോഴ്സിന്റെ 2ാം സെമസ്റ്ററിൽ വരുന്ന ഒരു സബ്ജക്ട് ആണത്. ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് വെറൊരു അനാലിസിസ് അല്ല, ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. കാരണം ഇവിടെ നമ്മൾ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ മുന്നിൽ വെച്ചിട്ട് അതിൽ പ്രധാനമായിട്ടും റിപ്പീറ്റർ ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ ഏതാണ്, ഏതൊക്കെ ബ്ലോക്കിൽ, ഏതൊക്കെ യൂണിറ്റിൽ, ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് കൂടുതലും ചോദ്യങ്ങൾ വരിക, എങ്ങനെയാണ് ഉത്തരങ്ങൾ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ സാധിക്കുക, അതുപോലെ ലേൺ വൈസിന്റെ ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും വിഷയങ്ങളിലൂടെ ഇന്ന് നമ്മളെ കൊണ്ടുപോകുന്നത് മറ്റാരുമല്ല, MCOM ബിരുദധാരിയും ലേൺ വൈസിന്റെ ഫാക്കൽറ്റി കം മെന്ററുമായിട്ടുള്ള സ്നേഹ സൂസൻ മാത്യു ആണ്. അപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങൾ സ്നേഹ മാം പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാനും ശ്രമിക്കുക. ഹായ് ഓൾ, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് MMPC 13 MBAയുടെ ഒരു മെയിൻ പേപ്പറായ ബിസിനസ് ലോയുടെ ഒരു ജനറൽ ഓവർവ്യൂ ആണ് വരുന്നത്. അതിനകത്ത് നമുക്ക് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരു ഏകദേശം ഐഡിയ ഒക്കെ കാണും. പക്ഷേ എങ്കിൽ തന്നെയും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നമ്മൾ ചില പോർഷൻസ് അല്ലെങ്കിൽ ചില ടോപ്പിക്സ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെ ടോപ്പിക്സ് ആണ്, എങ്ങനെ കവർ ചെയ്യണം, പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഡിസംബർ 2022 ജൂൺ 2022 ജൂൺ 2023 അങ്ങനെ 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഹൈലി ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ഏരിയാസ്, ഇങ്ങനെയുള്ള കുറച്ച് പോർഷൻസ് നമുക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഒരു പാറ്റേൺ നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ജനറൽ ഓവർവ്യൂ ആയിരിക്കും നമ്മൾ ഇതിനകത്തൊന്ന് മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു മെയിൻ ഓവർവ്യൂ അല്ലെങ്കിൽ ഒരു ജനറൽ അനാലിസിസ് നോക്കാം. ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് അനലൈസ് ചെയ്യുമ്പം ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് 2 രീതിയിൽ പറയാം. ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ ഒരു എസ്സേ ടൈപ്സ് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അനാലിറ്റിക്കൽ ക്വസ്റ്റ്യൻസും ചോദിക്കും. ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് എസ്സേ ടൈപ്പ് എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് വരുന്നത് മെയിനായിട്ട് നമ്മൾ എക്സ്പ്ലനേഷൻസ് ഉള്ള ആൻസേഴ്സ്, ഡിസ്കഷൻസ്, ഡിസ്ക്രിപ്ഷൻസ്, അങ്ങനെയൊക്കെ അത് പല ആസ്പെക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ബിസിനസ് ലോയുമായിട്ട് റിലേറ്റ് ചെയ്ത് പല ടേംസ്, ടോപ്പിക്സിൻ്റെ പല എക്സ്പ്ലനേഷൻസും ഡിസ്ക്രിപ്ഷൻസും ഒക്കെ ആയിരിക്കും ആ ഒരു ആൻസേഴ്സിൽ അവർ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ പ്രതീക്ഷിക്കുന്നത്. ദെൻ അനാലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ലീഗൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കേസ് സ്റ്റഡീസ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. അതിനകത്ത് എന്താണ്, നമ്മൾ അതിനെ ഒന്ന് അനലൈസ് ചെയ്യണം. അല്ലെങ്കിൽ ലീഗൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കേസ് സ്റ്റഡി ഏതാണോ തന്നിരിക്കുന്നത് അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് നമ്മൾ ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുക. അങ്ങനത്തെ ആൻസേഴ്സ് ആയിരിക്കും അതിനകത്ത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് വരുന്നത്. ദെൻ നമ്മൾ ടോപ്പിക്സ് പലതും നമ്മൾ മസ്റ്റായിട്ട് കവർ ചെയ്യേണ്ടത്, അതായത് മെയിനായിട്ട് കവർ ചെയ്യേണ്ട കുറച്ച് പോർഷൻസ് ഉണ്ട്, ടോപ്പിക്സ് ഉണ്ട്. അതാണ് നെക്സ്റ്റ് പറയുന്നത്. ബ്ലോക്ക് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് ലോ ഓവർവ്യൂ, അതായത് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നും നമുക്ക് ബിസിനസ് ലോയുമായിട്ട് റിലേറ്റ് ചെയ്ത സിഗ്നിഫിക്കൻസ്, പ്രിൻസിപ്പിൾസ്, അങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് കവർ ചെയ്യേണ്ടതുണ്ട്. അതായത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, പ്രതീക്ഷിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസിൽ അതിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതേപോലെ സെക്കൻഡ് ബ്ലോക്കിൽ നിന്ന് നോക്കുമ്പോൾ പാർട്ട്ണർഷിപ്പ്, കമ്പനി ഫോർമേഷൻ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ലോസ്, ഇങ്ങനത്തെ കുറേ പോർഷൻസ് ഉള്ളത് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. ദെൻ ബ്ലോക്ക് 3 നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് കോൺട്രാക്ട്സ് ആണ് അതിനകത്ത് പറയുന്നത്. അതിൽ കൂടുതൽ എംഫസൈസ് ചെയ്യേണ്ടത് വാലിഡ് കോൺട്രാക്റ്റ് എന്താണ്, പിന്നെ അതിനകത്ത് കുറച്ച് എക്സ്ട്രാ ടേംസ് ഉണ്ട്, അതായത് ഓഫർ, അക്സെപ്റ്റൻസ്, കൺസെൻറ്റ് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ എന്താണെന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കേണ്ടതുണ്ട്. പിന്നെ ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബ്ലോക്കിൽ നിന്ന് ബാങ്കിങ് റെഗുലേഷൻസ്, അതിൻ്റെ ഇൻസോൾവൻസി, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ്, ഇങ്ങനത്തെ ടേംസും കാര്യങ്ങളുമാണ് അതിനകത്ത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദെൻ ഫിഫ്ത്ത് ബ്ലോക്ക് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് ഡാറ്റ മാനേജ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ഡേറ്റ പ്രൊട്ടക്ഷൻ ലോസ്, പ്രൈവസി ഇഷ്യൂസ്, ഇങ്ങനത്തെ ടോപ്പിക്സ് അല്ലെങ്കിൽ ഏരിയാസ് ആണ് അവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടത്. ദെൻ ലാസ്റ്റ് ബ്ലോക്കായ ബിസിനസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, അതിൻ്റെ ഇമ്പാക്റ്റ് ബിസിനസ്സിൽ ഈ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഇമ്പാക്റ്റ് എന്താണ്, പിന്നെ ജുഡീഷ്യൽ ഫോറംസിൻ്റെ റോള്, ഇങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതാണ് അവിടെ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. ദെൻ ഇത്രയുമാണ് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യേണ്ടത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഈ ഒരു സ്പെസിഫിക് സബ്ജക്റ്റിനകത്ത് നമ്മൾ നോട്ടബിളായിട്ട് കണ്ടുവരുന്ന കുറച്ച് പാറ്റേൺസ് അല്ലെങ്കിൽ ട്രെൻഡ്സ് ഉണ്ട്.
അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് എക്സാമിനകത്ത് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അത് എന്താണ്, നമുക്ക് ആൻസർ എനി 5 അല്ലെങ്കിൽ അറ്റംപ്റ്റ് എനി 5 എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നോർമലായിട്ട് ചോദിക്കുന്നത്. അതും ക്യാരിങ് ഈക്വലി മാർക്സ് എന്നാണ് പറയുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യന് 20 മാർക്സ് എന്നൊരു രീതിയിൽ ഡിവൈഡ് ചെയ്ത് ഔട്ട് ഓഫ് 100 ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നത്. പിന്നെ അതിനകത്ത് കൂടുതലായിട്ട് കവറേജ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ ടച്ചസ് അപ്പോൺ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ്. നമ്മൾ പറഞ്ഞു എന്താണ്, നമുക്ക് 6 ബ്ലോക്ക് ഉണ്ട് ടോപ്പിക്സിൽ, സബ്ജക്റ്റിൽ. അതിൽ എല്ലാ ബ്ലോക്കിനെയും ടച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓൾറെഡി സെറ്റ് ചെയ്ത് വരിക. അല്ലാതെ സ്പെസിഫിക് ആയിട്ട് ഒരു ബ്ലോക്കിൽ മാത്രം കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ബ്ലോക്സിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാ ബ്ലോക്സും കവർ ചെയ്യുന്ന രീതിയിലാണ് നോർമലി ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് സാധാരണ അവർ സെറ്റ് ചെയ്യുന്നത്. ദെൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് പ്രൈവസി ഫോക്കസ് അതിനകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് എന്താണ് കൂടുതൽ ഫോക്കസ്, അതായത് നോട്ടീസബിൾ ട്രെൻഡായിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടുതൽ ഇപ്പോഴത്തെ റീസെൻറ്റ് പേപ്പേഴ്സിൽ വരുന്ന ഒരു റീസെൻറ്റ് ട്രെൻഡാണ് വരുന്നത്. എന്താ, നമുക്ക് കറൻ്റ്ലി ഉള്ള ചില ഇഷ്യൂസ്, ചില പേപ്പേഴ്സ്, ചില ആസ്പെക്ട്സിൽ നമ്മളെന്താണ് കൂടുതലായിട്ട്, അതായത് പ്രോപ്പർട്ടി റൈറ്റ്സ്, ഡാറ്റ പ്രൊട്ടക്ഷൻ, പ്രൈവസി ലോസ്, അങ്ങനെ നമ്മൾ കറൻ്റ്ലി കാണുന്ന ചില കേസസ് ഉണ്ടല്ലോ, അതിന് കൂടുതൽ ഒരു എന്താ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതൽ അത് ചോദിക്കാനുള്ളൊരു ട്രെൻഡ് നമുക്ക് കണ്ടുവരുന്നുണ്ട് ഇപ്പം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് കൊടുക്കണമെന്ന് അതാ പറയുന്നത്. ദെൻ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ റെഗുലേഷൻസ്, അതിനകത്ത് എന്താ റെഗുലർലി ഇൻക്ലൂഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്താ ബാങ്കിങ് ലോസ്, ഫിനാൻഷ്യൽ റെഗുലേഷൻ, അതിൻ്റെ എവല്യൂഷൻ, ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഇൻ സർക്കുലം കരിക്കുലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും എന്താണ് മെയിനായിട്ട് ബാങ്കിങ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നിന്ന് ഇങ്ങനത്തെ ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണം, മസ്റ്റായിട്ട് ചോദിക്കും എന്ന് നമുക്ക് പറയാം. പിന്നെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്റ്റൻസി പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് IBC ഒക്കെ എന്താണ്, ഏതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്, കാര്യങ്ങൾ ബിസിനസ് ലോയുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് നമ്മളൊന്ന് നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്, ഒന്ന് ശ്രദ്ധിച്ച് പോകേണ്ട പോർഷൻസ് ആണ്. ദെൻ ലാസ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റൽ ആൻഡ് കൺസ്യൂമർ ലോ, അതായത് എന്താണ് എൻവയോൺമെൻറ്റൽ ലോസിലും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ എന്താണ് ഇ-കൊമേഴ്സ്, ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ്, ഇങ്ങനത്തെ ഏരിയാസ് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പോർഷനകത്ത് വരുന്നുണ്ട്. അതും ഒന്ന് നോട്ട് ചെയ്തിട്ട് പോകേണ്ട കുറച്ച് പോയിൻറ്റ്സ് ആണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് നോക്കണം. എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നോക്കി, അതായത് നമ്മൾ എന്താ ക്വസ്റ്റ്യൻസിൻ്റെ മാർക്സ് അനുസരിച്ച് വേണമല്ലോ ആൻസർ ചെയ്യാൻ. അപ്പം ആൻസർ എനി 5 എന്ന് ചോദിക്കുമ്പോൾ ഈക്വലി എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്താ അറിയാം 20 മാർക്സിലാണ് ഈച്ച് ക്വസ്റ്റ്യൻസ്. പിന്നെ ഇതിലൊക്കെ കുറച്ച് ബ്രോഡായിട്ട് കവർ ചെയ്യുന്ന കുറച്ച് പോർഷൻസ്, അത്രയും കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഈസിയറായിട്ട് നമ്മുടെ ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അന്ന് ആൻസർ ചെയ്യാൻ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് അത്രയും പേടി കുറഞ്ഞിരിക്കും. നമുക്ക് കൂടുതലായിട്ട് അതിനെ ഭയക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ അയ്യോ ഇങ്ങനോ എന്നൊരു നമുക്കൊരു ടെൻഷൻ അടിച്ച് നോക്കേണ്ടി വരത്തില്ല. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊന്ന് നോക്കിയിരിക്കുക. ഇങ്ങനെയാണ് നോർമലി ഇപ്പോൾ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമുക്കതിൽ നിന്ന് കാണപ്പെടുന്ന ചില ഒബ്സർവേഷൻസ് ആണ് അവർ പറയുന്നത്. എന്താണ് കോംപ്രഹെൻസീവ് ആൻഡ് അപ്ഡേറ്റഡ് കരിക്കുലമാണ് വരുന്നത്. അതായത് എന്താണ് നമുക്ക് ബിസിനസ് ലോയുടെ ടോപ്പിക്സ് അല്ലെങ്കിൽ അതിൻ്റെ കോംപ്രഹെൻസീവ് കാര്യങ്ങളൊക്കെ എന്താ നമുക്ക് നേരത്തെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാം, ഇന്നതായിരിക്കും അല്ലെങ്കിൽ ഇന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം എന്ന് നമുക്കൊന്ന് എൻഷുർ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് സാധാരണ ഇപ്പോൾ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്, ഒരു ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ മേളിലും പറഞ്ഞതാണ്, ബാലൻസ്ഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് സിലബസ് ബ്ലോക്സ്. അതായത് എല്ലാ ബ്ലോക്സിൽ നിന്നും കവർ ചെയ്ത് വരുന്ന രീതിയിലാണ് ഇവർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സെറ്റ് ചെയ്ത് വരുന്നത്. അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് നോർമലി ഇപ്പോൾ കണ്ടുവരുന്നത്. അതായത് ചില ബ്ലോക്സിന് കൂടുതലായിട്ട് അത് മാത്രം ഫോക്കസ് ചെയ്തല്ല, ചില ബ്ലോക്സിനെ ഇഗ്നോർ ചെയ്യുക, അങ്ങനത്തെ ഒരു ട്രെൻഡ് അല്ല. എല്ലാ ബ്ലോക്കും അല്ലെങ്കിൽ എല്ലാ പോർഷൻസും ഏകദേശം ഒന്ന് ടച്ച് ചെയ്ത് പോകുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ 6 ബ്ലോക്സും നമുക്ക് ഒരേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതായത് ഒരു ബ്ലോക്ക് പോയി ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാം എന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരബദ്ധമായിരിക്കും ചിലപ്പം. ദെൻ വരുന്നത് അഡാപ്ഷൻ ടു കറൻറ്റ് ലീഗൽ ട്രെൻഡ്സ്. അതായത് നമ്മളുടെ ചില ലീഗൽ ട്രെൻഡ്സ്
ചില ലീഗൽ ഇഷ്യൂസ്, അതായത് ഡിജിറ്റൽ പ്രൈവസി, എൻവയോൺമെൻറ്റൽ ലോസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചിലപ്പോൾ അഡാപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതും പ്രതീക്ഷിച്ച് വേണം, അതായത് കറണ്ട് സിറ്റുവേഷൻസും കൂടെ ഒന്ന് മനസ്സിലാക്കി വേണം നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകാൻ. ദെൻ ബ്ലോക്ക് വൈസ് ഒരു വെയിറ്റേജ് നമുക്ക് നോക്കാം. അതായത് ഞാൻ പറഞ്ഞു ഡിസംബറിലെ 2022 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്, ജൂണിലെയും ഡിസംബറിലെയും. അതേപോലെ തന്നെ കഴിഞ്ഞ ജൂണിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ബ്ലോക്കിൽ നിന്നും എത്രത്തോളം ചോദ്യം അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് 1ൽ നിന്ന് 3 വട്ടവും നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻസ് 3 പ്രാവശ്യം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. റിപ്പീറ്റഡ് എന്ന് മാത്രമല്ല ഫോക്കസ് ചെയ്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലോക്ക് 2ൽ 3 ചോദ്യങ്ങളാണ് ചോദിച്ചതെങ്കിൽ നമുക്ക് ബ്ലോക്ക് 2ൽ നിന്ന് എന്താണ് 7 ചോദ്യങ്ങൾ ഇതേവരെ ഈ ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അതേപോലെ ബ്ലോക്ക് 3 നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ബ്ലോക്ക് 4ൽ നിന്ന് 5 ചോദ്യങ്ങൾ, ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ നിന്ന് 5 ചോദ്യങ്ങളാണ് ഈ ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് ചോദിച്ച് കാണാവുന്നത്. അതേപോലെ ബ്ലോക്ക് 5ൽ നിന്ന് 5 ചോദ്യങ്ങൾ, ബ്ലോക്ക് 6ൽ നിന്ന് 3 ചോദ്യങ്ങൾ. ഇങ്ങനെ ആണ് നമ്മളുടെ ഈ 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിരിക്കുന്ന ബ്ലോക്ക് വൈസ് ഒരു അനാലിസിസ്, അല്ലെങ്കിൽ ബ്ലോക്ക് വൈസിൽ നിന്ന് നമുക്ക് എന്താണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് വന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേണിലാണ് ഇതുവരെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്, ബ്ലോക്ക് 2 എന്ന് പറയുന്നത് എന്താണ്, ഹൈലി ഫ്രീക്വൻസി ഉണ്ട്. അതായത് ബ്ലോക്ക് 2ൽ കണ്ടോ 7 ക്വസ്റ്റ്യൻസ് ചോദിച്ചെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്താണ് ഫ്രീക്വൻസി ആയിട്ട് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൊരു ബ്ലോക്കായിട്ട് നമുക്ക് ബ്ലോക്ക് 2നെ പറയാം. അതായത് ബിസിനസ് ലോസ്, അതിൻ്റെ കമ്പനി ഫോർമേഷൻ, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ടേം, ആ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കണമെന്ന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. ദെൻ അതേപോലെ ബ്ലോക്ക് 4, 5, അതായത് ബ്ലോക്ക് 2 കഴിഞ്ഞാൽ തൊട്ട് പുറകെ വരുന്ന അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് ഈ ബ്ലോക്ക് 4ൽ നിന്നും 5ൽ നിന്നുമാണ്. അതിൽ എന്താണ് ഹൈലി ഫ്രീക്വൻസി ആണ്, അത് റിലേറ്റീവ്ലി ഹൈലി ഫ്രീക്വൻസി എന്ന് പറയാം. അതായത് ബ്ലോക്ക് 2നോട് ഒപ്പം തന്നെ ഹൈലി ഫ്രീക്വൻസി ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് ഈ 4ൽ നിന്നും 5ൽ നിന്നും വരുന്നത്. അതിനകത്ത് എന്താ മോഡേൺ ബിസിനസ് ലോയുടെ ഇമ്പോർട്ടൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ആ ബ്ലോക്കുകളിൽ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന 3 എണ്ണത്തിൻ്റെ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ലാതെ തൊട്ട് പുറകെ വരുന്ന ബ്ലോക്സ് ആണ് 1, 3, 6 എന്ന് പറയുന്നത്. അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാതെ ഇരുന്നിട്ടില്ല, ചോദിച്ചിട്ടുണ്ട്, പക്ഷേ എന്താണ് ഫ്രീക്വൻസി കുറവാണ്. അതായത് നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം നമുക്ക് കുറവായിട്ട് പറയാം. അതുകൊണ്ടാണ് അതിനെ ലെസ് ഫ്രീക്വൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പഠിക്കേണ്ടെന്നല്ല പറയുന്നത്, കൂടുതൽ എംഫസൈസ് കൊടുക്കേണ്ടത് മേളത്തെ 2, 4, 5 ബ്ലോക്സിനാണ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് 2, 4, 5ൽ നിന്നാണ്. ദെൻ യൂണിറ്റ് വൈസ് ഇനി അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ബ്ലോക്ക് വൈസ് നമ്മൾ നോക്കി, അതേപോലെ യൂണിറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നും യൂണിറ്റ് 1, അതായത് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് ലോയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതേസമയം യൂണിറ്റ് 2ൽ നിന്ന് ഇന്നേ വരെയും ചോദ്യങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, 0 ആണ് വരുന്നത്. അതേപോലെ തന്നെ ബിസിനസ് ഫോംസ് ആൻഡ് ലെജിസ്ലേഷൻ നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് 1ൽ നിന്നും 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, യൂണിറ്റ് 2ൽ നിന്നും 3 ചോദ്യം. അതാണ് നമ്മൾ പറഞ്ഞത് ബ്ലോക്ക് 2 എന്താണ് കൂടുതൽ ഹൈലി ഫ്രീക്വൻസി ഉള്ളതാണ്, അല്ലെങ്കിൽ ഹൈലി നമ്മൾ കവർ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്ക് ആണെന്ന് പറഞ്ഞത്. ദെൻ ബ്ലോക്ക് 3ൽ നിന്ന് എന്താണ് യൂണിറ്റ് 1ൽ നിന്ന് 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ യൂണിറ്റ് 2ൽ നിന്ന് ഇതുവരെ ചോദ്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ദെൻ യൂണിറ്റ് 4 നോക്കിക്കഴിഞ്ഞാലും യൂണിറ്റ് 1ൽ നിന്ന് 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, യൂണിറ്റ് 2ൽ നിന്ന് 1 ചോദ്യം, യൂണിറ്റ് 3ൽ നിന്ന് 2 ചോദ്യം. അങ്ങനെയാണ് നമ്മളുടെ ഒരു റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് കണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ. ദെൻ 5th ബ്ലോക്കിൽ നിന്ന് യൂണിറ്റ് 1ൽ നിന്ന് 2 ചോദ്യവും യൂണിറ്റ് 2ൽ നിന്ന് 3 ചോദ്യങ്ങളുമാണ് ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വന്നിട്ടുള്ളത്. അതായത് നമുക്ക് റെഗുലറായിട്ട് ഇപ്പം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു സ്ട്രക്ചർ. ദെൻ ലാസ്റ്റ് ബ്ലോക്ക് നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് 1ൽ നിന്ന്, അതായത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റിയിൽ നിന്ന് 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതേസമയം ബാക്കിയുള്ള 2 യൂണിറ്റിൽ നിന്നും ഇതുവരെ ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വേണ്ടാന്നല്ല,
പ്രതീക്ഷിക്കാം, എന്നാൽ ഹൈലി നമുക്ക് ഫ്രീക്വൻസി ആയിട്ട് പറയാൻ പറ്റത്തില്ല ആ രീതിയിൽ. അപ്പം ഈ ഒരു അനാലിസിസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാകും? നമുക്ക് ബ്ലോക്ക് 2ഉം 3യും ആണ് എന്താണ് ഈവൻലി റെപ്രസെൻറ്റഡ്, അതായത് ഒരേപോലെ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് 2, 3 എന്ന് പറയുന്ന ബ്ലോക്സ്, അതായത് യൂണിറ്റ് 2ൽ നിന്നും 3ൽ നിന്നും ഉള്ള ബ്ലോക്സിൽ നിന്നാണ്, യൂണിറ്റുകളിൽ നിന്നാണ്. പിന്നെ അതിൻ്റെ തൊട്ട് പുറകിൽ നിൽക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ബിസിനസ് ലോയുമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അത് ഇതിൻ്റെ തൊട്ട് പുറകിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഹൈലി ഇമ്പോർട്ടൻ്റ് അല്ല എന്നാൽ ഒട്ട് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. പിന്നെ ഇതുവരെ ക്വസ്റ്റ്യൻസ് വരാത്ത ഏരിയാസ് ആണ് നമ്മൾ കുറച്ച് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? കൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്, ഇൻ്റർനാഷണൽ കോൺട്രാക്ട് ഓഫ് സെയിൽ, ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ, ഇങ്ങനത്തെ യൂണിറ്റ്സിൽ നിന്നൊന്നും ഇതുവരെ എന്താണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. അതുകൊണ്ട് ഇനി വരത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, വരാം, പക്ഷെ ചാൻസ് നമുക്ക് എന്താ കുറവായിട്ട് നമുക്ക് പറയാം. അല്ലെങ്കിൽ ചാൻസ് നമ്മൾ എന്താണ് റിപ്പീറ്റ് ചെയ്തൊരു ഇതിൻ്റെ അണ്ടറിൽ നമുക്കത് പ്രതീക്ഷിക്കുന്നില്ല, അതായത് നമുക്ക് ലെസ് ചാൻസ് ആയിട്ട് നമ്മൾ പറയുന്നു. പക്ഷേ മറ്റേത് എന്താണ് കൂടുതൽ ഹൈലി ഫോക്കസ് ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോർഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു പോർഷൻ ആണ് എംഫസിസ് ഓൺ ഡാറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് എൻവയോൺമെൻറ്റ്. ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. നമ്മൾ ഡാറ്റ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ എന്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിനകത്ത് എന്താണ് നോട്ടബിൾ ഒരു ഇമ്പോർട്ടൻസ് ആണ്, എംഫസൈസ് ആണ് കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് അതെന്താണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കുറച്ച് പോർഷനായിട്ട് പറയാം. ദെൻ ഇനി ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കാം. അല്ലെങ്കിൽ ഓരോ ടോപ്പിക്സും എത്രത്തോളം ചോദിച്ചിട്ടുണ്ട്, അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റിൽ നിന്നും ബിസിനസ് ലോയുടെ ഡെഫിനിഷൻ, സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 3 രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് 2 പ്രാവശ്യവും. ദെൻ പാർട്ണർഷിപ്പ് ആക്റ്റിൽ നിന്ന് എസെൻഷ്യൽസ് ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് 2 പ്രാവശ്യം, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ണർ എന്ന് പറയുന്നത് 1 പ്രാവശ്യവും, മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ 1 പ്രാവശ്യം. ദെൻ കമ്പനീസ് ആക്റ്റിൽ നിന്ന് ഫണ്ടമെൻ്റൽസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് 1 പ്രാവശ്യം, ഫീച്ചേഴ്സ് ഓഫ് കമ്പനി 2 പ്രാവശ്യവും, മീനിങ് ആൻഡ് ടൈപ്സ് ഓഫ് പ്രോസ്പെക്ടസ് 1 പ്രാവശ്യവുമാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്റ്റിൽ നിന്ന് ഫോർമേഷൻ ഓഫ് കോൺട്രാക്റ്റ് 3 പ്രാവശ്യവും, എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട് 3 പ്രാവശ്യം, ഓഫർ ഓർ പ്രപ്പോസൽ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 പ്രാവശ്യം. നമ്മൾ പറഞ്ഞ എന്താണ് കോൺട്രാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു കണ്ട 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് അവധിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഫോർമേഷൻ ഓഫ് കോൺട്രാക്റ്റ്, എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റ്, ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. ദെൻ ബാങ്കിങ് ആൻഡ് അതർ റെഗുലേഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നീഡ്സ് ഓഫ് റെഗുലേറ്റിംഗ് ബാങ്ക്സ് 1 പ്രാവശ്യം, ബാങ്കിങ് ലൈസൻസിനെ കുറിച്ച് 2 പ്രാവശ്യം, എവല്യൂഷനെ കുറിച്ച് 1 പ്രാവശ്യം. ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് വെച്ച് നോക്കുമ്പം ഫെമ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫെമ 1 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് അക്വിസിഷൻ മെക്കാനിസം എന്ന് പറഞ്ഞാൽ 1 പ്രാവശ്യം. ഇൻസോൾവൻസി ഓൺ ബാങ്ക്രപ്റ്റസി എന്ന് പറയുന്നത് നെസസിറ്റി 2 പ്രാവശ്യവും, ലിക്വിഡേഷൻ പ്രോസസ്സ് 1 പ്രാവശ്യവും, ഇൻസോൾവൻസി റെസൊല്യൂഷൻ 1 പ്രാവശ്യവും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ദെൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ കുറിച്ച് ജസ്റ്റിഫിക്കേഷൻ ഫോർ IP എന്ന് പറയുന്നത് 1 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പേറ്റൻസ് ആൻഡ് കോപ്പി റൈറ്റ്സ് 1 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 2 ടൈപ്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ഹെഡ്, അത് 1 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡാറ്റ പ്രൊട്ടക്ഷൻ പ്രൈവസിയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോൾ ഓഫ് പ്രൈവസി ഇൻ ദ ഡിജിറ്റൽ വേൾഡ് 1 പ്രാവശ്യവും, പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ല് 1 പ്രാവശ്യവും, ഡാറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് ഫ്രെയിംവർക്ക് ഇൻ ഇന്ത്യ 2 പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട്. ഡാറ്റ പ്രൊട്ടക്ഷനെ വെച്ച് നോക്കുമ്പം ആ ഒരു ഡാറ്റ പ്രൊട്ടക്ഷൻ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഇൻ ഇന്ത്യയിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അത് ജസ്റ്റ് നമ്മൾ നോക്കിയിട്ടേ പോകാവേ, മിസ്സാക്കരുത്. ദെൻ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി വെച്ച് നോക്കുമ്പം അതിനകത്ത് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഓഫ് ബിസിനസ് 2 പ്രാവശ്യവും, റോൾ ഓഫ് ജുഡീഷ്യൽ ഫോറം 1 പ്രാവശ്യവും, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ 1 പ്രാവശ്യവും. ഇങ്ങനെയാണ് നോർമലി ടോപ്പിക്സ് ഇതുവരെ കവർ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ടോപ്പിക്സ് വന്നിരിക്കുന്ന ഈ ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്, ഈ ഒരു ഫ്രീക്വൻസിയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഹൈലി എംഫസൈസ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് കോൺട്രാക്റ്റ്, എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റ്, ഡെഫിനേഷൻ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് ലോയ്, ഇത് ഇത്രയുമാണ് എന്താണ് ഫ്രീക്വൻ്റ് ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഹൈലി ഫോക്കസ് നമ്മൾ കൊടുക്കേണ്ട പോർഷൻസ്. ദെൻ മോഡറേറ്റ് എംഫസിസ്, അതായത് വലിയ ഇതല്ല പക്ഷേ എങ്കിൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കുറച്ച് പോർഷനാണ് ഏതെന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, ഡാറ്റ പ്രൊട്ടക്ഷൻ ഫ്രെയിംവർക്ക്, കമ്പനി ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഇനി ഈ പഠിക്കണം, പക്ഷേ ഇതിൻ്റെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ലെസ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കുറച്ച് പോർഷൻസ് ആണ് എവല്യൂഷൻ ഓഫ് ബാങ്കിങ് റെഗുലേഷൻ, ജസ്റ്റിഫിക്കേഷൻ ഓഫ് ഫോർ IP എന്നൊക്കെ പറയുന്നത്.
ഇത് ഇത്രയുമാണ് മെയിനായിട്ട് നമ്മൾ ടോപ്പിക് വൈസ് നോക്കിയാലുള്ളൊരു അനാലിസിസ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി എന്ന് വരുന്നത്. ഇനി നമുക്ക് ഒരു മാർക്ക് വൈസ് അനാലിസിസ് നോക്കാം. അതായത് ബ്ലോക്ക് 1-ൽ നിന്നും ഇതുവരെ 3 ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്താണ് 20 മാർക്സ് വെച്ച് 60 മാർക്സിൻ്റെ ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. അതേപോലെ ബ്ലോക്ക് 2-ൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 7 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം 20 മാർക്സ് വെച്ച് 140 മാർക്സിനുള്ള ചോദ്യങ്ങൾ ഇതുവരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 3 നോക്കിക്കഴിഞ്ഞാൽ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചു, 60 മാർക്സിനുള്ള ചോദ്യങ്ങളാണ് ടോട്ടൽ ചോദിച്ചിരിക്കുന്നത്. ബ്ലോക്ക് 4 നോക്കിക്കഴിഞ്ഞാലോ 5 ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ ചോദിച്ചിരിക്കുന്നത്, 100 മാർക്സിനുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 5-ൽ 5 ക്വസ്റ്റ്യൻസ് ആണ് 100 മാർക്സ് ഈച്ച്. ദെൻ ബ്ലോക്ക് 6 എന്ന് പറയുന്നത് 3 ക്വസ്റ്റ്യൻസ് ആണ് 60 മാർക്സ് ടോട്ടൽ. ഇത്രയുമാണ് നമ്മളുടെ ഒരു മാർക്കിംഗ് സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഓവർവ്യൂവിൽ വരുന്നത്. ദെൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. മാർക്ക് വൈസ് അനാലിസിസ് എന്ന് പറയുന്നത് ഇത്രയാണ് വരുന്നത്. ഇനി നമുക്ക് ടോപ്പിക്സ് വെച്ചിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഈ പോർഷൻസ് ആണ് നിങ്ങൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അതിലായിട്ട് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനിഷൻ, സിഗ്നിഫിക്കൻസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് അപ്പിയർഡ് ഇൻ ഓൾ 3 പേപ്പേഴ്സ്. അതായത് നമുക്ക് എന്താണ് ഈ 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും വന്നിരിക്കുന്ന ചോദ്യമാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ദെൻ ബ്ലോക്ക് 2-ൻ്റെ വെച്ച് നോക്കുമ്പോൾ പാർട്ണർഷിപ്പ് ആക്ട് വെച്ച് നോക്കുമ്പം ക്വസ്റ്റ്യൻസ് അബൌട്ട് പാർട്ണർഷിപ്സിനെ കുറിച്ച് ഉള്ള കുറച്ച് ചോദ്യങ്ങൾ, അതായത് എസെൻഷ്യൽസ്, ഡിസൊല്യൂഷൻ അങ്ങനത്തെ ചോദ്യങ്ങൾ. പിന്നെ കമ്പനി ഫോർമേഷനെ വെച്ച് നോക്കുമ്പോൾ ഫീച്ചേഴ്സ്, ഡോക്യുമെൻറ്റ്സ് അങ്ങനെയുള്ളത് എല്ലാം നമുക്ക് എന്താണ് എക്സാമിനകത്ത് കാണാൻ പറ്റിയിട്ടുണ്ട്. ദെൻ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്ട്സ് നോക്കുമ്പം ഫോർമേഷന്, എസെൻഷ്യൽസ് അങ്ങനെയുള്ള വാലിഡ് കോൺട്രാക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഫോർമേഷന്, എസെൻഷ്യൽസ് അങ്ങനത്തെ പോയിൻറ്റ്സ്. ദെൻ ബാങ്കിങ് റെഗുലേഷൻസിൻ്റെ പോർഷൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ ബ്ലോക്ക് നോക്കുമ്പം ബാങ്കിങ് റെഗുലേഷൻസ്, അതിന് ഇൻസോൾവൻസി, ബാങ്ക്രപ്റ്റൻസി അങ്ങനത്തെ കാര്യങ്ങളും എന്താണ് മൾട്ടിപ്പിൾ പേപ്പേഴ്സ്, പല പേപ്പേഴ്സിലും നമുക്ക് കാണപ്പെടുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടുവരുന്നൊരു നേച്ചറാണ്. ദെൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി നോക്കുമ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ഡാറ്റ പ്രൊട്ടക്ഷൻ അങ്ങനത്തെ കുറച്ച് തീംസാണ് കൂടുതലായിട്ട് അതിനകത്ത് കവർ ചെയ്യുന്നത് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കണ്ടുവരുന്നത്. ലാസ്റ്റ് ബ്ലോക്കിൽ നിന്ന് അതായത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനകത്ത് നോക്കുമ്പോൾ എന്താണ് പല ടോപ്പിക്സിലും അല്ലെ പല പേപ്പേഴ്സിലും നമ്മൾ കാണുന്നത് എന്താണ് ഇപ്പോഴത്തെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കുറച്ച് പോർഷൻസ് ആയിരിക്കും അതിനകത്ത് എപ്പോഴും കവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ചോദിച്ച് നമ്മൾ കാണുന്നത്. കറണ്ട് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഗ്രോയിങ് ഇമ്പോർട്ടൻസ് ആയിരിക്കും അതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് ചോദിക്കുന്ന പോർഷന്. ഈ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ കോർ ടോപ്പിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിൻ്റെ ബിസിനസ് ലോയുടെ ബേസിക്സ്, കോൺട്രാക്ട് പ്രിൻസിപ്പിൾസ്, കമ്പനി ലോയുടെ ഒരു കോർ ഏരിയാസ്, അതായത് അതിനുമായിട്ട് റിലേറ്റ് ചെയ്ത് എസെൻഷ്യൽസ് എന്താണ് ഇതൊക്കെയാണ് നമ്മുടെ കോർ ടോപ്പിക്സ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് നമുക്ക് പറയാം. ദെൻ മോഡേൺ ലീഗൽ ഇഷ്യൂസ് പറയുന്നുണ്ട്. അതായത് കുറച്ച് കണ്ടംപററി ഇഷ്യൂസ് ലൈക്ക് ഡാറ്റ പ്രൊട്ടക്ഷൻ, എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. ഇന്നത്തെ ബിസിനസ് വേൾഡിൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെ എന്താണ് നമുക്ക് ചോദിക്കാൻ അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ വരുന്നത് കൺസിസ്റ്റൻറ്റ് ഫോക്കസ് ഏരിയാസ്. നമുക്ക് എന്താണ് റെഗുലറായിട്ട് വരുന്ന കുറച്ച് സർട്ടൺ ടോപ്പിക്സ് ഉണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, സിലബസ് ബേസ് ആയിട്ടാണ് വരുന്നത്, പക്ഷേ എങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ റെഗുലറായിട്ട് വരുന്ന കുറച്ച് സർട്ടൺ ഏരിയാസ് ഓൾറെഡി ഇപ്പോൾ മേലിൽ പറഞ്ഞതിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നമുക്ക് അതിൽ നിന്നൊരു ടച്ച് മാറിപ്പോവും. അപ്പോൾ അതിൽ കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഒരു വരുന്ന എക്സാമിൽ, അതായത് നമുക്കിപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എക്സാമിൽ ഈ ഒരു അനാലിസിസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഏരിയാസ് അല്ലെങ്കിൽ കുറച്ച് പെർസെൻറ്റേജ് പ്രോബബിലിറ്റി ഓരോ ബ്ലോക്കിൽ നിന്നും നമുക്ക് എന്താണ് ഫസ്റ്റ് ബ്ലോക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 80-90% ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് 80-90% പറയാം. കാരണം റെഗുലറായിട്ട് റിപ്പീറ്റ് ചെയ്ത് അതിൽ നിന്ന് വരുന്നുണ്ട്. 3 ക്വസ്റ്റ്യൻസിലും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടു. അപ്പോൾ എന്താണ് 80-90% ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നതേ ഉള്ളൂ, പ്രോബബിലിറ്റി ഉണ്ട്. ഇനി അതേപോലെ പാർട്ണർഷിപ്പ് ആൻഡ് കമ്പനിയിലോ സെക്കൻഡിൽ നിന്നോ 80-90% അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് എന്താണ്
വരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മളുടെ പുറമോട്ടുള്ള ആ ഒരു റെഗുലറായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നൊരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ എന്താണ്, അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. 3 സെക്ഷനിലും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 80-90% ആ ഒരു ബ്ലോക്കിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെയാണ് കോൺട്രാക്ട് ലോ. അതിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ വാലിഡ് കോൺട്രാക്റ്റും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ എന്താണ്, അത് ഇപ്രാവശ്യവും നമുക്ക് ചോദിക്കാം, നമുക്ക് എന്താ പ്രതീക്ഷിക്കാം, ചോദിക്കും, അല്ലെങ്കിൽ സാധ്യത കൂടുതലുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ എന്താ 80-90% പ്രോബബിലിറ്റി അവിടെയും കൊടുക്കാം. ദെൻ ബ്ലോക്ക് 4-ൽ നിന്ന് എന്താണ് ക്വസ്റ്റ്യൻസ് വരും, പക്ഷേ എന്താണ് 60-80% നമുക്ക് പ്രതീക്ഷിക്കാൻ ഇതുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റേൻ്റെ അത്രയും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മറ്റേ ബ്ലോക്സുകൾ വെച്ച് അത്രയും ഫ്രീക്വൻ്റ് ആയിട്ടുള്ളതല്ല നമ്മൾ അതിൽ നിന്ന് കണ്ട. അതുകൊണ്ട് നമ്മളൊരു 60-80% പ്രോബബിലിറ്റിയാണ് ആ ഒരു ബ്ലോക്കിന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ കേസും. അതിന് ഒരു 60-80% പ്രോബബിലിറ്റിയാണ് ക്വസ്റ്റ്യൻസ് വരാനുള്ളത് പറയുന്നത്. ദെൻ ലാസ്റ്റ് ബ്ലോക്കിനെ വെച്ച് നോക്കിയാൽ അതിലും തൊട്ട് താഴെയാണ് നമുക്ക് പ്രോബബിലിറ്റി വരാൻ സാധ്യത. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ കണ്ടു 3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുവരെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്താണ്, നമുക്ക് പ്രോബബിലിറ്റി കുറവാണ്. അതായത് ക്വസ്റ്റ്യൻസ് വരും, പക്ഷേ എന്താണ് മസ്റ്റായിട്ട് വരും, ഇതിന് കവർ ചെയ്തേ പോകത്തുള്ളൂ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചാൻസ് ആ ഒരു ബ്ലോക്കിൽ നിന്നില്ല. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് 50-70% ഒരു പ്രോബബിലിറ്റിയെ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ഒരു ബ്ലോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക്, അല്ലാതെ 80-90% ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ബ്ലോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു ബ്ലോക്ക് 1, 2, 3 ഇതിനെ നമുക്ക് മെയിനായിട്ട് പറയാം. പിന്നെ മോഡറേറ്റ് അല്ലെങ്കിൽ ഹൈലി പ്രോബബിലിറ്റി വലുതായിട്ടില്ല എന്നാൽ പ്രോബബിലിറ്റി ഉണ്ട് താനും എന്ന് പറയുന്ന പോർഷൻസ് ആയിട്ട് നമുക്ക് 4-ഉം 5-ഉം പറയാം. ദെൻ ഒരു എന്താണ് ഏറ്റവും കുറഞ്ഞ പ്രോബബിലിറ്റി വരുന്നത് ലാസ്റ്റ് ബ്ലോക്കുമാണ്. ഇത് ഇത്രയുമാണ് മെയിനായിട്ട് എന്താണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത അല്ലെങ്കിൽ ഒരു പ്രോബബിലിറ്റി വരുന്നത്. ദെൻ ലാസ്റ്റ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതും കാര്യങ്ങൾ കൂടുതലായിട്ട് നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് നോക്കുക, അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ്, അതാണ് മെയിനായിട്ടുള്ളത്. അതായത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ്, ബിസിനസ് ലോയുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ്, പാർട്ട്ണർഷിപ്പ്, കമ്പനി ലോ, ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ ബേസിക് പ്രിൻസിപ്പിൾസ് കാര്യങ്ങൾ ഇതെന്താണ് അങ്ങനെയുള്ളത് മെയിനായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പം എന്താണ് നമുക്ക് ഈസിയറായിട്ട് തോന്നും. വലിയ ടെൻഷൻ അടിക്കാതെ നമുക്ക് എന്താ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും അറ്റൻഡ് ചെയ്യാനും പറ്റും. അതേപോലെ കോൺട്രാക്ട് ലോ, അതായത് pay special attention to the formation and essentials of contracts and these are regularly tested. നമ്മൾ പറഞ്ഞല്ലോ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ മെയിനായിട്ട് പിന്നെയും വന്നിരിക്കുന്നതാണ് കോൺട്രാക്ട് ലോയും അതിൻ്റെ വാലിഡിറ്റി അല്ലെങ്കിൽ എസെൻഷ്യൽസ് അങ്ങനെയുള്ളത്. അപ്പം അത് കൂടുതലായിട്ടൊന്ന് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മറ്റേന്താ ബേസിക്സ് പഠിക്കുന്ന പോലെ തന്നെ എന്താണ് കോൺട്രാക്ട് ലോയ്സും സെയിം ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെന്താണ് മോഡേൺ ലീഗൽ ട്രെൻഡ്സ്, അതായത് നമ്മൾ എന്താണ് കറൻറ്റ് സിറ്റുവേഷൻ വെച്ചിട്ട് ഡാറ്റ പ്രൊട്ടക്ഷനും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഒക്കെ പറഞ്ഞില്ലേ, അതിനും നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം. പിന്നെന്താണ് ഈ ഒരു 3 കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് വിട്ടു പോകരുത്. ബേസിക്സ്, പിന്നെ കോൺട്രാക്ട് ലോയുടെ കാര്യം, മോഡേൺ ലീഗൽ ട്രെൻഡ്സ്, ഇത് ഇത്രയും കാര്യങ്ങൾ നോർമൽ വരുന്നൊരു പാറ്റേൺ ആണ്. ദെൻ അതിനകത്ത് വരുന്നത് പ്രാക്ടീസ് വിത്ത് പാസ്റ്റ് പേപ്പേഴ്സ്, അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ പഠിച്ചു വെച്ചിട്ട് പോവുക അല്ലെങ്കിൽ എക്സാംസ് എഴുതുക എന്ന് മാത്രമല്ല, എന്താണ് റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്താണെന്നുള്ള ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കുക. എന്താണ് വന്നിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് നോർമലി ഇവർ ഫോളോ ചെയ്ത് വരുന്ന പാറ്റേൺ എങ്ങനെയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ റെക്കറിങ് ടോപ്പിക്സ് എന്തൊക്കെയാണ്, അതായത് സെയിം ഇപ്പം നമ്മൾ ഇത്രയും ഒന്ന് അനാലിസിസ് ചെയ്തപ്പോഴേ നമുക്ക് എന്ത് മനസ്സിലായി, ബിസിനസ് ലോയുടെ ആ ഒരു ബേസിക്സും കാര്യങ്ങളും കോൺട്രാക്ട് ലോസിൻ്റെ കാര്യങ്ങൾ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ചെയ്ത് അവർ ചോദിക്കുന്നതാണ്, അത് വിട്ടുപോവുകയോ ചെയ്യരുത്. അങ്ങനൊരു കാര്യം നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്നും മനസ്സിലാകത്തില്ലേ. അപ്പം എത്രത്തോളമാണ് ആ ക്വസ്റ്റ്യൻസിൻ്റെ ഡെപ്ത്, അതെങ്ങനെയൊക്കെയാണ് രീതികൾ വരുന്നത്, അതെല്ലാം ഇതിനകത്ത് അനലൈസ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഈ
ഒരു പറഞ്ഞിരിക്കുന്ന പോർഷൻസിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ റിവൈസ് ചെയ്യുക. ഇനി നിങ്ങൾ പഠിക്കുന്നില്ല, നിങ്ങൾ റിവൈസ് ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പം റിവൈസ് ചെയ്യുമ്പം ഈ ഒരു സ്പെസിഫിക് ടോപ്പിക്കുകൾ, അതായത് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൂടുതൽ എംഫസൈസ് കൊടുക്കേണ്ട കുറച്ച് ടോപ്പിക്സ് പറഞ്ഞല്ലോ, അതിൽ കൂടുതലായിട്ട് ഫോക്കസ് കൊടുത്ത് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് എക്സാംസ് ഈസിയർ ആയിരിക്കും. ഈ ഒരു വേയിൽ പഠിച്ചു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ഒരു വിജയം കരസ്ഥമാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്താണ്, ഈ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു റിസൾട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു മാർക്സ് നിങ്ങൾക്ക് കിട്ടാൻ ഉറപ്പായിട്ട് സാധിക്കും മക്കളെ. അതുകൊണ്ട് നിങ്ങൾ എത്ര ടെൻഷനാണേലും, ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ പോർഷൻസ് കവർ ചെയ്തിട്ടില്ല, നിങ്ങളൊരു ഡൗട്ടിൽ നിൽക്കുകയാണ്, ടെൻഷൻ ഒരു ഫേസിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ പഠിച്ചു നോക്കുക. അല്ലെങ്കിൽ ഈ ഒരു ഫോക്കസ് ചെയ്ത്, നമ്മൾ പറഞ്ഞല്ലോ ഹൈലി ഫോക്കസ് ചെയ്യേണ്ടതും മോഡറേറ്റ് ഫോക്കസും ഒക്കെ പറഞ്ഞല്ലോ, ആ രീതിയിലൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈ റിസൾട്ട് കിട്ടാൻ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും എന്താണ്, ഏതായാലും നിങ്ങൾ ഒരു ആവറേജ് മാർക്സിൽ കൂടുതൽ എന്തുമാണ് ഇതുവരെ പഠിച്ചിട്ടില്ല എങ്കിൽ പോലും, ഇപ്പം പഠിക്കാൻ തുടങ്ങുന്നവരാണെങ്കിൽ പോലും, തൊട്ട് തലേദിവസം പഠിക്കാൻ ഇരിക്കുന്നവരാണെങ്കിൽ പോലും ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എബോവ് ആവറേജ് മാർക്സ് എന്ത് വേണേലും അറ്റൈൻ ചെയ്യാൻ പറ്റും. അപ്പം ഈ രീതിയിലൊന്ന് പഠിച്ച് നല്ല സ്കോർ അറ്റൈൻ ചെയ്യുക. വിഷ് യു ഓൾ ഗുഡ് ലക്ക്. എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ. നല്ല രീതിയിൽ പഠിക്കുക. ടെൻഷൻ ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് പഠിക്കാൻ നോക്കുക. ഓക്കെ, വെൽക്കം ബാക്ക് ഓൾ. അപ്പോൾ വളരെ വിശദമായ രീതിയിൽ, വളരെ ഹെൽപ്ഫുൾ ആയ രീതിയിൽ സ്നേഹ മാം നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ മാക്സിമം ഈ ഒരു കാര്യം നിങ്ങൾ ഇതേപോലെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതിൽ തന്നെ നമ്മുടെ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സും ചോദ്യങ്ങളൊക്കെ എന്തായാലും പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ മുന്നിൽ വെച്ചിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ വന്നു, ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് വന്നു, ഏതൊക്കെ വന്നില്ല, എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഘടന തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും സാധിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്കിനി ലേൺ വൈസിലേക്ക് വരാം. ഇഗ്നോ കോഴ്സുകൾക്ക് കോച്ചിങ് കൊടുക്കുന്ന ഒരു കാര്യത്തിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ ഒരു സ്പേസിലേക്ക് കടന്നു വരികയും നമ്മുടെ ലേണേഴ്സിനെല്ലാം വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് നൽകുന്ന കാര്യത്തിലും ലേൺ വൈസ് ഒരുപാട് മുൻപന്തിയിൽ തന്നെയായിരുന്നു. ഇനിയുള്ള കാലത്തും കൂടുതൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്ത് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് ലേൺ വൈസ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായുള്ള മെമ്പേഴ്സിന്റെ സപ്പോർട്ട് ലേൺ വൈസിനുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡിഗ്രി PG വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി സാധിക്കും. നിലവിൽ 11 കോഴ്സുകൾക്കുള്ള കോച്ചിങ് നമ്മൾ നൽകുന്നുണ്ട്. അതിൽ BA സൈക്കോളജി, MA സൈക്കോളജി, BCom, MCom, BA ഇംഗ്ലീഷ്, MA ഇംഗ്ലീഷ്, BA സോഷ്യോളജി, MA സോഷ്യോളജി, BBA, MBA, BA ഹിസ്റ്ററി എന്നിങ്ങനെയാണ് കോഴ്സുകൾ വരുന്നത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇഗ്നോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി എടുത്ത ഒരാളാണെങ്കിൽ മികച്ചൊരു കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലേൺ വൈസുമായി ബന്ധപ്പെടുക. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് 7592293616. കോൾ വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം. അതുപോലെ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഇത്തരത്തിൽ ഒരു നല്ലൊരു കോച്ചിങ് സപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെങ്കിൽ ഈ നമ്പർ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫ്രീ ക്ലാസ്സുകളും അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതെല്ലാം തന്നെ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ക്വാളിറ്റി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലെ മറ്റ് സബ്ജക്റ്റുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിനും മറ്റുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും മറ്റൊരു വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റിന്റെ അനാലിസിസുമായിട്ട് ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.